ഹായ്, ഇന്ന് ഞാൻ വാഴയ്ക്ക ചിപ്സ് ഉണ്ടാക്കാൻ പോവാണ്. ഏത്തവാഴയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഏത്തവാഴയ്ക്ക തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിനി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടിക്കകത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചതാവുന്ന അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലരാണെങ്കിൽ അത് തുണിയിലൊക്കെ കെട്ടി അതിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞാനത് ഡയറക്റ്റായിട്ട് അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി നിർത്താം. ഇളക്കി അത് വെന്ത് വരട്ടെ അവിടെ ഇരുന്ന്. ആ സമയത്ത് ഇതുപോലെയുള്ള എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ് എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കൾ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഞാൻ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അവർ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അവർക്കിനി അത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ്. ഇഷ്ടപ്പെട്ടവർ ഇതുപോലെയുള്ള വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.